കളിപ്പിക്കുവായിരുന്നു കുറേ നേരം അതില് കൊതുകെല്ലാം അവിടെ കൊല്ലുവാണ്. ഒരു വീഡിയോ പുഴുക്കാരി കളി ഇത്ര നേരം അതില് പിടിക്കല്ലേ കൊണ്ടുപോയില്ല ചെവിക്കകത്തൊക്കെ ഉണ്ട് കയറി വീട് വാങ്ങും പിടിച്ചിട്ടില്ല. കാര്യമായിട്ട് അതൊക്കെ കൊണ്ടുപോയില്ല ഉടായിപ്പ് നമ്മളെ പറ്റിക്കാൻ നോക്കും. എന്നാ കാണിക്കും അങ്ങ് വീഴും അങ്ങ്. എടുത്തോണ്ട് ഓടിയോ ഏതാണ്ട് പിടിച്ചായിരുന്നു കേട്ടോ. എന്തോ കൂരാക്കോ കിട്ടും. എല്ലാത്തിലും അത് അനക്കി നിൽക്കുന്നുണ്ട്. അത് കളയില്ലേ അല്ല ഏറ്റൊരു അച്ചായ നൈറ്റ് ഫിഷ് കേട്ടോ. കുറേ നേരം നോക്കിയിരുന്ന് കിട്ടിയത് പിടി അല്ല കൊണ്ട് അല്ലേ പിടിച്ച് വെച്ചേക്കുമായിരുന്നില്ലേ കള്ള വാടുക. കണ്ട് ഓക്കെ തട്ടിക്കാത്തിട്ട് കളയാതെ പിടി നല്ല ഐസുണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ വലിച്ചു കേട്ടോ. ദൈവം തന്നെ വിയറ്റ്നാം വരാൽ വളത്ത് വരാൽ ഊര് നൈറ്റ് ഫിഷിങ് കേട്ടോ. രാത്രിയില്ലേ പുല്ല് പിടിക്കുന്നത് 7 മണി 8 മണിയൊക്കെ ആകും. ഞങ്ങളെല്ലാം ചൂണ്ട ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താ ഒരു 2-3 എണ്ണം ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പൊങ്ങാൻ കുറച്ച് നൈറ്റ് ഫിഷിങ് കേട്ടോ. കുടലും കൊണ്ട് വന്നിട്ടുണ്ട്. രാത്രി നോക്കും ആറ്റിൽ വച്ചാലിവിടെ ഉണ്ട്. ഞങ്ങൾ കുടലൊക്കെ കോർത്ത് ഇടാൻ വേണ്ടി സെറ്റപ്പാക്കി വെക്കുക. തീറ്റയൊക്കെ കോർത്ത് ഇപ്പോൾ കുടല കേട്ടോ വലിയ ഉണ്ടയാക്കി വലിയ ഉണ്ടയിലിടുന്നത് എല്ലാം പിടിക്കും. അപ്പോൾ ഇടട്ടെ കേട്ടോ. എറിയുന്നോ പിടിക്കുന്നതൊന്നും കാണിക്കാം. മീനടിച്ചാൽ കാണിക്കാം. കാരണം രാത്രിയിലെ ഷൂട്ടിംഗ് ഒന്നും ഗോപ്രോയിലൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഒന്നും കാണത്തില്ല. ആണ് നമ്മൾ മൊബൈലിൽ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മീൻ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. കിട്ടുവാണെങ്കിൽ കാണിക്കാം കേട്ടോ. ഓക്കെ അപ്പോൾ എല്ലാം എറിഞ്ഞിടട്ടെ. പിടി ഓ പിന്നെ എടുത്തോ പോയെ പിടികളാ അത് ഓടുക. ഓ അത് ഒരുങ്ങുമ്പോഴേ വേണം അത് ഓടി. അയ്യോ ഇത്രയും പിടിച്ചിട്ട് എനിക്കറിയത്തില്ല. വില്ല് പോലെ വളഞ്ഞില്ലയോ പാപ്പി നോക്കി ഇവിടെ നാളെ ഏട്ടയൊക്കെ പിടിക്കാം. ഞങ്ങൾ 2 ഏട്ടയൊക്കെ കിട്ടിയിരുന്നു. നല്ല കിടുക്കാച്ചി 2 ഏട്ടയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കുക എന്താ പറയുക ബെല്ലൊക്കെ വെച്ച് ഇങ്ങനെ എറിഞ്ഞ് ഇട്ടേക്കുക. ഒരാൾ കൈ പിടിച്ചിട്ടുണ്ട്. ഇന്നൊരു സൂത്രം കാണിച്ചാലേ രാത്രിയിൽ ഒരാൾ പമ്മിയിരിക്കുന്നു. വെള്ളത്തിൽ വീഴല്ലേ ഇതുണ്ട്. ഒരാൾ ആരും കാണാതെ പമ്മിയിരിക്കുക. ഇവിടെ കാട്ടി ഇരുന്ന് കഴിഞ്ഞാൽ പാമ്പ് വല്ലതും കൊണ്ടുപോകും. അതിനാണേ പുള്ളി ഇവിടെ വന്നിരിക്കുക. കഷ്ടമുണ്ട് ഇല്ലേ. ഇനി എന്നെ ഡിസ്റ്റർബ് ചെയ്തതൊന്നും പറയല്ലേ. ഇവൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ പേടിച്ചു. വാല കണ്ടിട്ട് പാമ്പാന്നും കണ്ട് നോക്കിയപ്പോഴാണ് ആൾ പാവം ഇരുന്ന് പറഞ്ഞേക്കാം കേട്ടോ. കണ്ണൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ മോനി. നോക്കട്ടെ വല്ലതും കിട്ടുമോ.